ആക്സലറേറ്റ് യുവർ ബ്ലെസ്സിങ്സ്. നിൻ്റെ അനുഗ്രഹങ്ങൾ ഉടനടി കടന്നു വരട്ടെ. വചനം ദിനംപ്രതി കേൾക്കുന്നവരുടെ മേൽ രാവിലെ തന്നെ പരിശുദ്ധാത്മ പറയാണ്, ഇത്രയും നാളും വചനം കേട്ടതിനാൽ നിൻ്റെ അനുഗ്രഹങ്ങൾ നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമ്മൾ സ്പിരിച്വൽ വാർഫെയർ ഈസ് റിയൽ. യു ആർ ഐദർ ഡിവൈൻലി അസിസ്റ്റഡ് ഓർ ഡിമോണിക്കലി ഒപ്രസ്ഡ്. അതായത് ആത്മീയ കോളത്തിലെ യുദ്ധം സത്യമാണ്. അത് നമ്മൾ പറയും പിശാചില്ല ആരും എന്നാന്ന് വെച്ചാൽ, പക്ഷെ ആത്മീയ കോളത്തിൽ യുദ്ധമുണ്ട്. ഒന്നുകിൽ നീ ദൈവത്താൽ സഹായിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ പിശാചിനാൽ എന്നേക്കുമായിട്ട് ഒപ്രസ് ചെയ്ത് പിശാചിൻ്റെ കാൽ കീഴിൽ ഇരിക്കുന്നവനാണ്. നിത്യമായ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ യു നീഡ് ടു ബി ഡിവൈൻലി അസിസ്റ്റഡ്. ദൈവത്തിൻ്റെ ബലമുള്ള കൈകൊണ്ട് അനുകൂല സാഹചര്യം ഉണ്ടാക്കിത്തരണം. അത് വളരെ പ്രധാനമാണ്. നോ ന്യൂട്രൽ സോൺ. അപ്പോൾ നമ്മൾ ഈ കാർ ഓടിക്കുമ്പോഴൊക്കെ നമ്മൾ ന്യൂട്രലിലിട്ടാൽ കാറ് മുമ്പോട്ടും പോകത്തില്ല, പുറകോട്ടും പോകത്തില്ല. പണ്ട് കാലങ്ങളിലൊക്കെ, ഇപ്പോൾ പവർ സ്റ്റിയറിംഗ് ഒക്കെ, അതിന് മുമ്പ് നമ്മൾ ന്യൂട്രലിലിട്ടേച്ച് നമ്മൾ വണ്ടി വല്ല പൊക്കത്തിലെങ്ങാണ്ട് നിർത്തിപ്പോയെങ്കിൽ വണ്ടി പുറകോട്ടങ്ങ് ഓടാൻ തുടങ്ങും, താഴെ അത് വീണ് പോകും. അപ്പോൾ ഒരു ന്യൂട്രൽ സോണിൽ ജീവിക്കാൻ നമുക്ക് ആർക്കും ഒക്കത്തില്ല. ഐദർ യു സ്റ്റാൻഡ് ഫോർ ഗോഡ് ഓർ യു ആർ ഡൂംഡ് ഇൻ ദ ഡാർക്ക്നെസ്. അപ്പോൾ നമ്മളിത് തീരുമാനം എടുക്കുകയാണ്. ഒരു ന്യൂട്രൽ സോണിൽ കൊണ്ട് ഞാൻ ആരെയും വിഷമിപ്പിക്കേണ്ട, ഞാൻ അവരെയും വിഷമിപ്പിക്കേണ്ട, ഇവരെയും വിഷമിപ്പിക്കേണ്ട എന്നും പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ഒരു കാര്യവും നടത്തില്ല. യു ഹാവ് ടു സ്റ്റാൻഡ് സ്ട്രോങ് ഫോർ വാട്ട് യു ബിലീവ്. ദൈവത്തിന് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ പിശാച് എപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ തന്നെയാണ്, സഹായിക്കാൻ ആരുമില്ല, എനിക്ക് എന്നെ ആരും ഓർക്കുന്നേ ഇല്ല, എനിക്കെപ്പോഴും ഡിപ്രഷനാണ്, എനിക്ക് അസുഖമാണ്, ഇങ്ങനെയൊക്കെ പല ചിന്തകൾ വരുമ്പോൾ ഈ പിശാചിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ പെയിൻ ആൻഡ് ലോൺലിനെസ് ഇസ് ആസ് ബിഗ് ആസ് യു മേക്ക് ഇറ്റ്. അത് നമുക്ക് ഈ പെയിന് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മളോട് ആരെങ്കിലും വചനം പറഞ്ഞാൽ നമ്മൾ കേൾക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ പിന്നെ അവരാരും പറയുന്നൊന്നും കേൾക്കൂല. ഈ കുഞ്ഞിൻ്റെ മുഖം കാണുന്നിടം വരെ നമുക്ക് പിന്നെ ബോധമില്ല. അതുതന്നെയാണ് ഇത്. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വന്തം മക്കൾക്ക് വേണ്ടി എന്തുമാത്രം കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് ദൈവിക മക്കളുടെ, അല്ലാത്തൊരു മക്കളെ അറിയാൻ വയ്യാത്ത അപ്പനമ്മമാരും ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. വേദപുസ്തകത്തിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എല്ലാം അവരുടെ തലമുറകളെ അനുഗ്രഹിച്ചു വന്നു. ഈ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തുമാത്രം വേദനിക്കുന്നെങ്കിൽ പിതാവാം ദൈവം നമ്മളെ കാണാൻ, അല്ല നമ്മൾ അവൻ്റെ അടുക്കിലേക്ക് ഇല്ല എന്തുമാത്രം ആഗ്രഹിക്കുന്നു. ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ട്? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ധൃതി പിടിച്ച് അന്ന് ഒരിക്കലെങ്കിലും അന്ന് എഴുന്നേറ്റ് കർത്താവേ പിതാവ് അവിടെ എന്തുണ്ട് വിശേഷം? ദൈവമേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആ പരിശുദ്ധി അതെൻ്റെലേക്ക് വീണ്ടും ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, ഇച്ചിരി നേരം അല്പനേരം നിൻ്റെ മുമ്പിൽ ഒന്ന് ഇരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും പറയാറുണ്ട്? നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഇന്ന് ചെയ്യേണ്ടത് അങ്ങ് ചെയ്യുക. അതൊക്കെ ഒരു റുട്ടീനായി മാറുകയാണ്. അതിന് പകരം ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് അവന് വേണ്ടി അവൻ്റെ വചനത്തിൽ ഉറച്ചു നിന്ന് വിക്ടറി ഡിക്ലെയർ ചെയ്യണം രാവിലെ തന്നെ. ഇന്ന ദിവസം എനിക്ക് ദൈവം അനുഗ്രഹിച്ച ദിവസമാണ്, ഇന്ന ദിവസം ദൈവം എനിക്ക് എൻ്റെ പക്ഷത്തുണ്ട്, ഒരു ശത്രു എൻ്റെ മേലെത്തി, ഞാൻ യാത്ര ചെയ്യുമ്പം ദൈവദൂത ഗണങ്ങൾ എനിക്ക് ചുറ്റുമുണ്ട്, എൻ്റെ കുടുംബത്തെ അവൻ പരിപാലിക്കുന്നു, അവൻ്റെ ചിറക് കൊണ്ട് അവൻ മറച്ചിരിക്കുന്നു, ഇന്ന ദിവസം ഒരു അതിശയം നടക്കും, ഞാൻ അതിനു വേണ്ടി നോക്കി, ദൈവത്തിൻ്റെ നന്മ കേൾക്കാൻ ഞാൻ ചെവി ഓർത്തിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അനുവേറെ അവതാ പറയും, സങ്കടം പറയും. ആരെങ്കിലുമൊക്കെ നമ്മൾ പലരും എനിക്ക് പ്രയർ റിക്വസ്റ്റ് എഴുതും, പലരും എനിക്ക് ഗുഡ് മോർണിംഗ് എഴുതും, അതൊക്കെ നല്ലതാണ്. പക്ഷെ മിക്കപ്പോഴും അവരുടെ പ്രയർ റിക്വസ്റ്റ് സങ്കടങ്ങളാണ് എഴുതിയിരിക്കുന്നത്. സ്തുതിപ്പ് പറയുന്നൊരു കുറവാണ്. എത്രയോ കാര്യങ്ങൾ സ്തുതിപ്പിന് ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ ഇത് തന്നെ ഞങ്ങൾക്കൊരു ഒരു ടെൻഡൻസിയാണ്. ആദ്യമേ തൊട്ടേ ദുഃഖവും ഭാരവും വേദന. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് സ്തുതിപ്പോട് തുടങ്ങും. അപ്പോൾ ഒരാൾ സ്തുതിപ്പ് പറഞ്ഞു, പിന്നെ ബാക്കിയുള്ളവരെല്ലാം സ്തുതിപ്പ് പറഞ്ഞു. സോ മൊമെൻ്റം ഇടുകയാണ്. അത് ഏത് നിനക്ക് വേണം, അനുഗ്രഹം വേണോ ശാപം വേണോ, അതിന് മൊമെൻ്റ് ഇടുന്നത് നമ്മളാണ്. നല്ല വഴിക്ക് പോകണോ അഴുക്ക് വഴിക്ക് പോകണോ, അതിന് മൊമെൻ്റ് മീൻസ് അതിന് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് നമ്മളാണ്, അതിനെ തുടക്കം ഇടുന്നത് നമ്മളായിരിക്കണം. ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പിലോട്ട് നമ്മൾ കയറി ചെല്ലുക. ഇത്ര മതി, ഇത്ര വിഷമിച്ച് മതി, ദൈവം അത് കേട്ടിരിക്കുന്നു, എല്ലാവരുടെയും വിഷമം മാറും. അത്രയേ ഉള്ളൂ കാര്യം.
ഒരു വല്ലാതെ സങ്കടപ്പെട്ട ഒരു വീട്ടിൽ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നും പറഞ്ഞ് വേദനിച്ചിരിക്കുന്നിടത്ത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു വെച്ച് പറയും, കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നിരുന്നു, കഴിഞ്ഞപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു എൻ്റെ പാപമെല്ലാം ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി കുമ്പസാരിച്ച് എൻ്റെ പാപമെല്ലാം കഴുകിക്കളഞ്ഞു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഇല്ലേ? വാട്ട് എ ബ്യൂട്ടിഫുൾ റെവലേഷൻ. ദൈവം ഒരു വ്യക്തിയുടെ പാപങ്ങളെ കഴുകി തുടച്ച് ശുദ്ധീകരിച്ച് വെട്ടിപ്പാക്കി ദൈവം തൻ്റെ ദേശത്ത് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് ശുദ്ധനാക്കി. പിന്നെ സ്വർഗരാജ്യം കിട്ടാതിരിക്കും. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ദൈവം. അപ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നമ്മൾ തന്നെയാണ്. 3 ഘടകങ്ങൾ ഓർക്കണം. ഒന്ന്, നമ്മുടെ അനുഗ്രഹത്തിൻ്റെ തടസ്സം നമ്മുടെ നാവാണ്. വചനം പറയുന്നു, നമ്മൾ ഈ മീഖായിൽ വായിച്ചായിരുന്നല്ലോ, നിന്നെ അകൃത്യങ്ങൾ ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായിട്ട് ആരുണ്ട്? അവൻ നിന്നോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. നമ്മുടെ പാപങ്ങളെയൊക്കെയും സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന വിശ്വസ്തത നീ യാക്കോബിനോടും നിൻ്റെ ദൈവം അബ്രഹാമിനോടും ദൈവം കാണിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇപ്പം മനസ്സിലാക്കേണ്ടത്, മുന്തിരിത്തോട്ടം റെഡി ആയിട്ടുണ്ട്, നിറച്ച് മുന്തിരിങ്ങയുണ്ട്, കൊട്ടയുമായിട്ട് വന്ന് കയറി എടുക്കുന്നവൻ എടുത്തുകൊണ്ട് പോകും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ആത്മദൃഷ്ടിയുള്ളവർ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകണം. നമ്മളല്ലേ അതിനുവേണ്ടി പ്രാർത്ഥിച്ചത് പ്രാപിച്ചെടുക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹ മഴ എന്നും ഭൂമിയിലോട്ട് വീഴുന്നുണ്ട്. നീ ആ സ്ഥലത്ത് വരാത്തതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനും? അത്രയേ ഉള്ളൂ. ദൈവം പറയുന്നു, എൻ്റെ വചനം മാറുന്നില്ലല്ലോ, ഞാൻ എന്നും ഇത് അയച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിനക്ക് മുമ്പേ നമ്മൾ ഈ വിച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരെക്കുറിച്ച് അവരുടെ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്. അവർ വെളുപ്പിനും എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് 4 മണിക്ക് ഒട്ടേ ഇരിക്കും. എന്നിട്ട് അവരൊരു വിജന പ്രദേശത്ത് പോയിട്ട് ആരെയാണ് ഉപദ്രവിക്കുന്നത് അവരുടെ പേര് പറഞ്ഞ് ചാൻറ്റ് ചെയ്ത് ഒരാത്മാവിനെ അയച്ചു കൊണ്ട്. സത്യമാണ്, ചെയ്യും അവർ. എന്നാൽ പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ എഴുന്നേറ്റുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മളെയും നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമല്ലോ നാവ് കൊണ്ട്. എൻ്റെ നാവ് കൊണ്ട് നീ അനുഗ്രഹിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വിളിച്ചു പറ. നമുക്ക് മുമ്പായിട്ട് നമ്മളെക്കുറിച്ച് ദൂഷ്യം പറയുന്നവർ മുമ്പിൽ പോകരുത്. അതൊരു വലിയ കാര്യമാണ്. ഇപ്പം 4 പേര് അവർ 1,00,000 രൂപ ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ ഒരാൾ വന്നേച്ച് പറയും, കൊടുക്കാൻ തീരുമാനിച്ചാണ് ഓൾമോസ്റ്റ്. ഒരാൾ വന്നേച്ചു, ഞാൻ അന്വേഷിച്ചു, അവർക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ ശരിയല്ല, തീർന്നില്ലേ? ബാക്കി 3 പേര് പറയുന്നവരുടെ അസാധുവായില്ലേ? ഒരു നെഗറ്റീവ് തിങ്. നിനക്ക് മുമ്പായിട്ട് നിനക്ക് ദൂഷ്യം പറയുന്ന സീബകൾ മുൻപിൽ പോകരുത്. അതിനകത്ത് ഒരു എക്സാമ്പിൾ വേറൊന്നത് ടങ്. അതായത് വസ്തിരാജ്ഞി. എസ്തേറിൻ്റെ ബുക്കിൽ വസ്തിരാജ്ഞിയെക്കുറിച്ചുള്ള, അവൾ സൗന്ദര്യമുള്ളവളായിരുന്നു, അവൾ രാജാവിന് ഇഷ്ടമുള്ളവളുമായിരുന്നു. രാജാവ് ഇപ്പുറത്ത് കള്ളു കുടിക്കുന്നു, വലിയ പാർട്ടി നടത്തുന്നു. അയാൾക്ക് കള്ളുകുടിയും ഏകദേശം 180 ദിവസത്തോളം പാർട്ടിയാണ്. അവിടെ എന്നും പാർട്ടിയാണ്, വർഷത്തിൻ്റെ പകുതി കൂടുതൽ പാർട്ടി. ഈ വീഞ്ഞും കുന്തവും വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം രാജാവ് പറയുന്ന വസ്തിരാജ്ഞിയെ എഴുന്നള്ളിക്കണം. വസ്തിരാജ്ഞി ഈ കള്ളു കുടിക്കുന്ന ആൾ വിളിച്ചുകൊണ്ട് പോകാൻ, അവരൊട്ടും തിന്മയായിട്ടൊന്നും അല്ല ചെയ്ത്, അവർ രാജാവ് വിളിച്ചപ്പം വന്നില്ല. അതിലെന്താ തെറ്റ്? കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിൻ്റെ മുമ്പിൽ ഇവരുടെ വസ്ത്രം മാറ്റി ഇവരുടെ സൗന്ദര്യം കാണിക്കാൻ ആഗ്രഹിക്കുന്ന അവരത് ചെയ്തില്ല. അതിനകത്തൊരു തെറ്റുമില്ല ഒരു കണക്കിൽ നോക്കിയാൽ. പക്ഷേ എന്ത് സംഭവിച്ചു? കൂടെ ഇരുന്നവരെ വസ്തിരാജ്ഞിയെക്കുറിച്ച് കുറ്റം പറഞ്ഞു. രാജാവ് വിളിച്ചിട്ട് അവൾ വന്നില്ലല്ലോ. അവൻ കള്ളുകൂടിയനാന്നുള്ള കാര്യം ഇവർ പറയുന്നില്ല. രാജാവ് വിളിച്ചിട്ട്, അതായത് വസ്തിയെക്കുറിച്ച് ആവശ്യമില്ലാത്തതായിട്ടുള്ള നെഗറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ രാജാവിൻ്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി. സോ ദ പീപ്പിൾ മാഗ്നിഫൈഡ് ഹെർ മിസ്റ്റേക്ക്. അവളുടെ കുറ്റത്തിനെ വലുതാക്കി കാണിച്ചു. ദ മോക്കേഴ്സ് ഓഫ് ലൈഫ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾക്ക് ഒരു മണ്ടത്തരം പറ്റുമ്പോൾ ആ മണ്ടത്തരം അങ്ങോട്ട് മല പോലാക്കി വെച്ച് പിന്നെ ആ വെളിച്ചത്തിലാണ് നമ്മളെ കാണുന്നത്. ഇതാണ് ദുഷ്ടൻ്റെ പ്രവർത്തനം. ദൈവമോ, എൻ്റെ അകൃത്യങ്ങളെ ഞാൻ ക്ഷമിച്ചു, എന്നേ ഞാൻ സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. കാർമുകിലിനെ, കറുത്ത കാർമേഘത്തിനെ ഞാൻ തുടച്ചു. അത് കുറച്ച് കഴിയുമ്പം കാണത്തില്ല, അതുപോലെ നിൻ്റെ പാപം മായ്ച്ചു കളഞ്ഞു. പുതിയ നിയമത്തിൽ പാപങ്ങൾ മൂടുകയല്ല എന്നെ കെട്ടുത്തു, ഇതൊന്ന് പൊക്കിയെടുക്കാൻ പോലും അവകാശമില്ല. പഴയ നിയമത്തിലാണ് മൂടിക്കളഞ്ഞത്. അങ്ങനെ ഉണ്ടായിട്ടും ദൈവമക്കൾക്കെതിരായിട്ട്, നമ്മൾ വെളിപ്പാട് വായിക്കുന്നില്ലേ, ദൈവമക്കൾക്കെതിരായിട്ട്, വിശുദ്ധന്മാർക്കെതിരായിട്ട്
അവൻ ദുഷ്ടത പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ഒറ്റമൂലി ഒന്നേ ഉള്ളൂ, അവൻ്റെ രക്തം കൊണ്ടും ദൈവത്തിൻ്റെ സാക്ഷ്യവചനം കൊണ്ടും ജയമെടുക്കണം. ശരി, നമ്മുടെ മക്കളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ആയിരിക്കും, നമ്മുടെ ഭർത്താവിൻ്റെ ആയിരിക്കും. ഉടനെ തന്നെ കർത്താവിൻ്റെ വചനം കൊണ്ട് അതിനെ തുടച്ചു മാറ്റി ക്യാൻസൽ ചെയ്തിട്ട് ദൈവ അനുഗ്രഹ വചനം പറയണം, മേലെടുത്തെഴുതണം. അതിൻ്റെ മുകളിൽ അനുഗ്രഹ വചനം കൊണ്ട്. അപ്പോൾ നമ്മൾ സ്വപ്നം കാണും പാമ്പ് കടിച്ചു കൊന്നു. പാമ്പ് കടിക്കുമ്പോൾ നേരം വിളിക്കുമ്പോൾ നമ്മൾ പറയേണ്ടി എന്തോ, അയ്യോ പാമ്പ് കടിച്ച് എന്നെ കൊന്നേന്ന് പറഞ്ഞാൽ പാമ്പ് കടിക്കും. പക്ഷേ രാത്രി കണ്ട സ്വപ്നം ദൈവം കാണിച്ചു പാമ്പിൻ്റെ ഉദ്ദേശം. പക്ഷേ പാമ്പിനെയും തേളിനെയും ചവിട്ടാൻ എനിക്ക് അധികാരം തന്നിരിക്കുന്നു, അതിനാൽ അവൻ തീർന്നിരിക്കുന്നതിന് ഒരു പാമ്പും തൊടൂല. ദാറ്റ് ഈസ് ദ സീക്രട്ട്. അതാണ് കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച്. അപ്പോൾ ടങ് ദൈവമക്കൾക്കെതിരായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ടും നമുക്ക് മുൻപേ പോകുന്ന ദുഷ്ടത പറയുന്നവരെ ദൈവം തന്നെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മളത് മനസ്സിലാക്കണം. എന്ന് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ 2 സമൂഹൽ 16 പറയുന്ന പോലെ സീബ എന്ന മനുഷ്യൻ പേര് പറയാൻ വേണ്ടി മെഫീബോശത്തിൻ്റെ, അതായത് പൃഥ്യനായ സീബ ആരുടെയാണ്? സൗലിൻ്റെ മകനാകുന്ന മെഫീബോശത്തിൻ്റെ പൃഥ്യൻ, വേലക്കാരനായ സീബ. മെഫീബോശത്തിനെ കുറിച്ച് ദാവീദൻ അന്ന് രാജാവ് ആയിട്ടില്ല ദാവീദ്. പക്ഷേ ദാവീദിൻ്റെ മുൻപിൽ ചെന്ന് വിഷമെറിഞ്ഞു. അതോടുകൂടി മെഫീബോശത്തിൻ്റെ സകല വസ്തുക്കളും സീബായ്ക്ക് കൊടുത്തു. നീ എടുത്തോണം. പിന്നെ ഉടനെ ദാവീദ് രാജാവുമായി. പക്ഷെ പിന്നെ സത്യം വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പകുതി സ്ഥലം തിരിച്ചു കൊടുപ്പിച്ചു. പകുതി പോയില്ലേ, എന്നാലും നിൻ്റെ അനുഗ്രഹം പോയില്ലേ, നിൻ്റെ അവകാശം നഷ്ടപ്പെട്ടില്ലേ. അപ്പം 2 തരത്തിലുള്ള ടങ്ങുണ്ട്. ദ ടങ് ദാറ്റ് ടെൽസ് ബാഡ് തിങ്സ്, ദ ടങ് ഓഫ് ദി ഏഞ്ചൽസ്. ഒന്ന്, ദുഷ്ടത പറയുന്ന നാവ്. അത് നമ്മുടെ കുടുംബങ്ങളിൽ കയറില്ല. ആ നാശം ശപിക്കപ്പെട്ടത് അഴിഞ്ഞു പോകണം. 2, ദൈവത്തിൻ്റെ ദൂത് കൊണ്ടുവരുന്ന ടങ്. അതാണ് ഗബ്രിയേൽ വന്ന് മാതാവിനോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ. അങ്ങനെ അബ്രഹാമിൻ്റെ അടുക്കൽ 3 പേര് വന്നു, ദൈവം വാഗ്ദത്തം കൊടുത്തു. ഹന്നായുടെ അടുക്കൽ എലി പ്രവാചകൻ പറഞ്ഞു, ഒരു ദൂത് കൊടുത്തു. ദാനിയേലിന് ദൂത് കൊടുത്തു. യോഹന്നാന് ദൈവത്തിൻ്റെ ദൂത് വെളും. അതൊക്കെ ടങ് ഓഫ് ഏഞ്ചൽസാണ്. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പറഞ്ഞു കൊടുക്കുന്നു. അത് പ്രാപിച്ചെടുക്കാൻ നമുക്കുണ്ട് കഴിവ്. സോ യൂസ് ദ ടങ് ടു ബ്ലസ് അതേഴ്സ്. അനുഗ്രഹിക്കാം. അതേസമയം പറയുമ്പോൾ നമ്മളെ ആദ്യം അനുഗ്രഹിക്കാൻ പഠിക്കണം. ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മകൾ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ പൊന്നു മകളാണ്, എന്നോട് പറയാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല, അങ്ങേറ്റം എന്നെ ദൈവം സ്നേഹിക്കുന്നു. അല്പകാലത്തേക്ക് ഞാനൊന്ന് മാറി നിന്നാലും കർത്താവിന് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക, ഞാനത് പ്രവർത്തിക്കും. ഇതൊക്കെ നമ്മളെക്കുറിച്ച് തന്നെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വില തോന്നും. ഇതൊക്കെ ഇഫക്റ്റീവ് ലൈഫിൻ്റെ കാര്യം. ഇതൊന്നും ചെയ്യാത്തവരും ജീവിച്ചു പോകുന്നുണ്ടേ. പക്ഷേ ഞാൻ ഈ ആത്മീയ കോളത്തിൽ എന്തെങ്കിലും ഒരു ചലനം, നമ്മൾ ചുമ്മാ വെള്ളം ഇട്ടിട്ട് എന്തൊരു ചലനം ഉണ്ടാക്കുന്നവരോടെ ഈ പറയുന്നത്. വേർഡ്സ് ഡു നോട്ട് ഡൈ. വചനം അയക്കുന്ന ഒരിക്കലും വചനം ചത്തുപോകുന്നില്ല. കാരണം ഉൽപ്പത്തിയെ നമ്മൾ പഠിക്കുന്നത് ദൈവം കൽപ്പിക്കുന്നതെല്ലാം ഉണ്ടാകുകയാണ്. ദൈവം ഇല്ലായ്മയിൽ നിന്നുള്ളതിനെ വിളിച്ചു വരുത്തുക. അത് തന്നെയാണ് റോമർക്കെഴുതിയ ലേഖനം. അബ്രഹാം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി. ഇതൊക്കെ ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നിൽക്കുകയാണെങ്കിൽ ജീവനും മരണവും നമ്മുടെ നാവിന്മേലാണ്. നിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ എൻ്റെ അനുഗ്രഹം താമസിപ്പിക്കുന്നത് പലപ്പോഴും നമ്മളാണ്. നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതികൾ തന്നെ. നീതിമാൻ്റെ സന്തതി നീതികേടിലേക്ക് പോകാതിരിക്കാൻ ദുഷ്ടൻ്റെ ചെങ്കോൽ നീതിമാൻ്റെ ആ ഭവനത്തിൽ നിൽക്കത്തില്ല. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞത്, ക്രിസ്തുവിന് വേണ്ടി പറഞ്ഞത് ക്രിസ്തുവിൽ എൻ്റെ മക്കൾക്കും ലഭിച്ചിരിക്കുന്നു. ഉറപ്പ്. സീലിറ്റ്. അനുഗ്രഹം കടന്നു വന്നിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി. ഞങ്ങളുടെ നാവ്, ഒന്നിൽ നാവ് ദൂഷണം പറയുന്ന നാവ്, രണ്ടാമത്തെ നാവ് ദൈവത്തിൻ്റെ ദൂത് പറയുന്ന ഏഞ്ചലിക് നാവ്. യെശയ്യാ 50 പറയുന്നുണ്ട്, തളർന്നിരിക്കുന്നവരെ തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ തക്കാണ് അവരെ ബലപ്പെടുത്തുന്ന നാവാണ് നിനക്ക് തന്നിരിക്കുന്നത്. ആശ്വസിപ്പിക്കുന്ന നാവുകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിന് പകരം മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് അവരുടെ ബലഹീനതയും വിളിച്ചു പറയുന്ന ആ പിശാചിൻ്റെ സ്വഭാവം ഞങ്ങൾ ഏറ്റെടുക്കാതെ ദൈവനാമത്തിൽ ഞങ്ങൾ അന്യോന്യം അനുഗ്രഹിക്കും, തന്നെത്താനെ അനുഗ്രഹിക്കും. അങ്ങനെയും പറയുന്നുണ്ട്.
64 പറഞ്ഞു. നമ്മൾ തന്നെത്താനെ അനുഗ്രഹിക്കാൻ പഠിക്കണം. യേശുവിൻ്റെ നാമം. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം, മക്കളെ അനുഗ്രഹിക്കണം, നമുക്ക് ചുറ്റുപാടുള്ളവരെ നമുക്കുള്ളതിനെ അനുഗ്രഹിക്കണം, നമ്മുടെ സ്ഥാപനങ്ങൾ, മക്കൾ, നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പിനെ, ചേർച്ചിനെയൊക്കെ അനുഗ്രഹിക്കണം, നമ്മുടെ സഭകളെ അനുഗ്രഹിക്കാൻ തക്കണം ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ അനുഗ്രഹം വാങ്ങിച്ചെടുത്ത് അനേകർക്ക് കൊടുത്ത് നമ്മൾ നിൽക്കുന്നിടം ദൈവത്തിൻ്റെ ഒരു പൂന്തോട്ടമാക്കി മാറട്ടെ. ദൈവമേ, നീ പറയുന്നുള്ളൂ, മരുഭൂമിയെ ഞാൻ ഉദ്യാനമാക്കും. ഉദ്യാനത്തെ വനമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വലിയ ക്രിയകൾ നമ്മൾ ഈ അയക്കുന്ന വചനം കൊണ്ട് ഓരോ വിത്തും തക്ക സ്ഥലത്ത് വീണ് നല്ല സ്ഥലത്ത് വീണ് നൂറുമേനിയായിട്ട് വളരട്ടെ. അതിന് പറ്റും അഭിച്ചൻ വേലി കെട്ടട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അഭിച്ചൻ അത് പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ മക്കളെയും തലമുറകളെയും ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ.